ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ വൈറലായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ഗ്ലൂട്ടാത്തിയൻ ഡ്രിങ്ക്. അപ്പോൾ നമുക്കതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ: ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ, അതുപോലെ തന്നെ നെല്ലിക്ക, പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ആപ്പിളും, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്കിനി നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിപ്പോൾ നെല്ലിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ആപ്പിളും, അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേ ഗൈസ്, നമ്മുടെ എല്ലാ സാധനവും ഇവിടെ അരങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവേ. അപ്പം ഗായ്സ്, ഇതേ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരച്ച സംഭവം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മളിത് ഓവർ വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. അപ്പം ഓവർ വെള്ളം ചേർക്കാതിരിക്കുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് മുഴുവൻ താഴോട്ട് വീഴുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ABC ജ്യൂസ് കുടിക്കുന്നവർക്കാണെങ്കിൽ ഇതെന്തായാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സാധനം നമ്മുടെ ട്രെയിലോട്ട് മാറ്റണം. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഈ സംഭവം ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. ബീട്രൂട്ടിൻ്റെ ഒന്നും ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഐസ് ട്രെയിലകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ കുറച്ച് നല്ല ഷേപ്പിലുള്ള ഐസ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതേ ഐസ് നമ്മൾ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ വിറ്റാമിൻ ഇ ഒക്കെ വെള്ളത്തിലിട്ടാൽ പതയുന്നത് പോലെ പതയുന്നുണ്ട്. അപ്പം നമ്മുടെ സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.